സംസ്ഥാനത്ത് പെയ്ത അതിശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. മരം കടപുഴകി വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയിലും ആഞ്ഞുവീശിയ കാറ്റിലുമുണ്ടായത് വ്യാപക നാശനഷ്ടങ്ങൾ. തലസ്ഥാനത്ത് ഇന്നലെ രാജ്ഭവന് സമീപം മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കാട്ടാക്കട, മാറനല്ലൂർ, മൂങ്ങോട് എന്നിവിടങ്ങളിലും മരം കടപുഴകി വീണു. ഫയർഫോഴ്സ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ശക്തമായ കാറ്റിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു. കൊല്ലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പന്തൽ പൊളിഞ്ഞു വീണ് പാർക്കിംഗ് ഗ്രൗണ്ടിലുണ്ടായിരുന്ന 3 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പത്തനംതിട്ട ജില്ലയിൽ മഴ മുന്നറിയിപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കൊല്ലം പാലരുവിയിൽ KSRTC ബസ്സിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. തിരുനെൽവേലി കൊല്ലം ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. ബസിന്റെ മുൻവശത്തെ ചില്ല് പൊട്ടി. ആർക്കും പരിക്കേറ്റിട്ടില്ല. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. അതേസമയം ഇടുക്കി നെടുങ്കണ്ടത്ത് ഓട്ടോയുടെ മുകളിലേക്ക് മരവും ഇലക്ട്രിക് ലൈനും വീണു. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ അഭിലാഷിന് പരിക്കേറ്റു. അഭിലാഷിനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം കളമശ്ശേരിയിൽ ഓട്ടോയ്ക്ക് മുകളിൽ മരം കടപുഴകി വീണു. അതേസമയം എറണാകുളം ജില്ലയിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു. വലിയവട്ടം ഞാറക്കല്ലിലാണ് വീട് തകർന്നത്. കനത്ത മഴയിലും കാറ്റിലും തൃശൂർ നഗരത്തിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര വീണു. മുനിസിപ്പൽ ഓഫീസ് റോഡിലെ 4 നില കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. വയനാട് വൈത്തിരി ചാരിറ്റിയിൽ മണ്ണിടിച്ചിലിൽ മതിൽ തകർന്നു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടയ്ക്കാൻ ജില്ലാ കളക്ടർ DR മേഘശ്രീ ഉത്തരവിട്ടു. സുരക്ഷിത സ്ഥലങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങൾക്ക് പതിവ് പോലെ പ്രവർത്തിക്കാമെന്നും കളക്ടർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. അതിനിടെ കണ്ണൂർ ചൂരൽ ഒയോളത്ത് ചെങ്കൽ കോറിയിൽ മണ്ണിടിഞ്ഞ് വീണ് തൊഴിലാളി മരിച്ചു. അസം സ്വദേശി ഗോപാൽ വർമ്മനാണ് ഇന്നലെ മരിച്ചത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.